ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിതാ നമ്മൾ ഈ ഒരു സിമ്പിൾ പെൻഡൻറ്റ് ചെയിനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാ ഈ ഒരു സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട്, റെഡ് കളർ ക്രിസ്റ്റൽ ബീഡ് എടുത്തിട്ടുണ്ട്, ഇതാ ഈ ഒരു സിൽവർ ചെയിൻ, ഫ്യൂസ് വയർ, പിന്നെയുള്ളത് 2 ഐപ്പിനാണ്. എനിക്ക് സിൽവർ കളർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഗോൾഡിൻ്റെ എടുത്തു. അതേപോലെ 2 ജംറിങ്ങും ലോബ്സ്റ്റർ ഹുക്കും, അതും എനിക്ക് സിൽവർ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഗോൾഡ് എടുത്തു. പിന്നെ വാക്സ് ഷീറ്റും ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അഥവാ OSP ഷീറ്റ്, പിന്നെ ഒരു ത്രെഡ് കട്ടറും പ്രസ്സിംഗ് പ്ലെയറും കട്ടിംഗ് പ്ലെയറും എടുത്തിട്ടുണ്ട്. അതേപോലെ B7000 ഗ്ലൂ ആണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ഞാനൊരു പേപ്പറിൽ ഒരു ഹാർട്ട് ഷേപ്പ് ഇതുപോലെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് വെച്ച് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഹാർട്ട് ഷേപ്പിൽ തന്നെ പശ അതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ വരച്ചെടുക്കുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്റ്റോൺ ചെയിൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നു. ഞാനപ്പോൾ ആ ഹാർട്ട് ഷേപ്പിൻ്റെ സെയിം അളവിൽ സ്റ്റോൺ ചെയിൻ നേരത്തെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ പേപ്പർ എടുത്ത് മാറ്റാം. ഇതേപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയറും കൂടെ ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് ചെയ്തെടുക്കാം. ഇതേപോലെ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതോട് ചേർത്ത് ഇതേപോലെ വീണ്ടും ഒരു ലെയറും കൂടെ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം അത് കുറച്ച് നേരം ഒന്ന് സ്റ്റിക്ക് ആവാൻ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഹാങ്ങിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഈ ഫ്യൂസ് വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഹാങ്ങിങ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതേപോലെ ചുറ്റി എടുക്കേണ്ടത്. ഞാനിവിടെ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് നമ്മുടെ പെൻഡൻറ്റിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാനാണ്. ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാം, ഹാർട്ട് ഷേപ്പ് മാത്രമായിട്ട് മാലയാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹാങ്ങിങ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് സ്റ്റിക്ക് ആയതിനു ശേഷം ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് ഷേപ്പിലെടുക്കണം. അതേപോലെ തന്നെ മധ്യഭാഗത്തുള്ള ട്രാൻസ്പെറൻറ്റ് ഷീറ്റും കൂടെ കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം ഇതേപോലെ വാക്സ് ഷീറ്റിനകത്ത് ഇതേപോലെ തന്നെ ട്രേസ് ചെയ്തെടുത്തതിന് ശേഷം അതും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് ഇതേപോലെ എടുക്കേണ്ടതുണ്ട്. നമുക്കിത് പെൻഡൻറ്റിൻ്റെ പുറകുവശത്തായി ഒട്ടിക്കാനുള്ളതാണ്. ഇനി ഹാങ്ങിങ് ഇടുന്നതിനായി ഇതേപോലെ ടൈപ്പിൻ എടുത്തതിന് ശേഷം ഈ ലൂപ്പ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഈ ഹാങ്ങിങ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഹാർട്ട് ഷേപ്പിനുള്ളിൽ ഇത് എത്രത്തോളം നീളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഇതേപോലെ ഒന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം അതിൻ്റെ നീളത്തിൽ ഈ ഐപ്പിൻ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ബാക്കിലോട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചെയിനിലേക്ക് ഈ പെൻഡൻറ്റ് കോർത്തെടുക്കാനായിട്ട് ഈ ഐപ്പിൻ ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം അതിനായിട്ട് ഐപ്പിൻ എത്രത്തോളം നീളത്തിൽ വേണം എന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഐപ്പിൻ സ്റ്റിക്ക് ചെയ്തതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇത് ഇതേപോലെ ഒട്ടിച്ച് ഇതേപോലെ ചെരിച്ച് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അതിൻ്റെ ആ ലൂപ്പ് ഇത് നന്നായിട്ട് ഒട്ടിയതിന് ശേഷമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലോട്ട് ഈ ബാക്ക് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇതേപോലെ. ഇനി നമുക്ക് ഇത് ചെയിനിലേക്ക് കോർക്കാം. അപ്പോൾ ഞാൻ ഈ 2 ജംറിങ്ങും അതേപോലെ ലോബ്സ്റ്റർ ഹുക്കും എടുത്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിൽവർ കളർ ഇല്ലാത്തതുകൊണ്ടാണ് ഗോൾഡ് എടുക്കുന്നത്. ഒരു സൈഡ് ഞാൻ ജംറിങ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ ചെയിനിലോട്ട് പെൻഡൻറ്റ് കോർത്തെടുക്കണം. പെൻഡൻറ്റ് കോർത്തെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒരു ഫ്യൂസ് വയർ എടുത്ത് ചെയിനിൽ കൊളുത്തി ഞാൻ കോർത്തെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ജംറിങ്ങിലേക്ക് ആദ്യം ലോബ്സ്റ്റർ ഹുക്കിനെ കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ചെയിനിൻ്റെ അറ്റത്തേക്ക് ജംറിങ്ങിനെ കണക്ട് ചെയ്യുന്നു.
നമ്മുടെ മാല ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഡിസ്പ്ലേയിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം.